മക്കളെ, ഏവർക്കും ആൽഫയുടെ +1 ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അന്ന് +1 എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് +1ൻ്റെ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. നമുക്ക് സയൻസ് സ്ട്രീം എടുത്ത കുട്ടികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, അതോടൊപ്പം ബോട്ടണി, സുവോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, മലയാളം, ഇംഗ്ലീഷ്, ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളിൽ സയൻസ് സ്ട്രീമിൽ കെമിസ്ട്രി ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ്. എൻട്രൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് എക്സാമിനായിക്കോട്ടെ, ആ കെമിസ്ട്രിയെ നമ്മുടെ വരുതിയിലാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ കെമിസ്ട്രി പണി തരും. അപ്പോൾ നമ്മൾ കുറേ നാൾ കൊണ്ട്, അതായത് 8ാം ക്ലാസ് മുതൽ കെമിസ്ട്രി എന്ന് നമ്മൾ സയൻസിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയതാണ്. ചില കുട്ടികൾക്ക് കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്, ചില കുട്ടികൾക്ക് കെമിസ്ട്രി ഇച്ചിരി പാടാണ്, ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. 10ാം ക്ലാസ് വരെ നമുക്ക് പഠിക്കാനൊന്നും വലിയ മിടുക്കരൊന്നുമല്ല, വീട്ടിൽ നിന്ന് ഒരു വലിയ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ഉഴപ്പി അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പിന്നിലായിപ്പോയി. അതൊന്നും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് കെമിസ്ട്രി പഠിക്കണം, ഒരു മുടക്കു മുതലും ഇല്ലാതെ, ഒരു രൂപ പോലും നമ്മൾ ചിലവാക്കാതെ നിങ്ങൾക്ക് കെമിസ്ട്രി പഠിക്കണമെന്ന് താല്പര്യമുണ്ടോ എങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. കാരണം എൻ്റെ കഴിഞ്ഞ ഒരു 27 വർഷത്തെ എക്സ്പീരിയൻസ് എന്നിലുണ്ട്. അത് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. മക്കളെ, കെമിസ്ട്രിയിൽ നമ്മുടെ കൊറോണ സമയത്ത് ഒന്ന് എക്സാമിനേഷനിൽ കുറച്ച് ചാപ്റ്ററൊക്കെ കെമിസ്ട്രിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. അതിനു മുമ്പ് 14 ചാപ്റ്റർ നമ്മൾ പഠിക്കണമായിരുന്നു +1. +2 16 ചാപ്റ്റർ പഠിക്കണം. 14, 16, 30 ചാപ്റ്ററാണ് 2 വർഷം പഠിക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ അത് +1 9 ചാപ്റ്റർ പഠിച്ചാൽ മതി. ഈ 9 ചാപ്റ്ററിൽ ആ 9 ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് 60 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ 9 ചാപ്റ്ററുകളെ വളരെ തന്മയത്വത്തോടെ, വളരെ സിമ്പിളായി, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനും നന്നായി മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തരാൻ കഴിയും. ഈ ചാനലിലൂടെ തന്നെ പറ്റും. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ അടുത്ത ദിവസം മുതൽ അപ്ലോഡ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ചാപ്റ്ററുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നാണ്. കെമിസ്ട്രിയിലെ ബേസിക് ആയിട്ടുള്ള, പ്രാഥമികമായിട്ടുള്ള കുറച്ച് അറിവുകൾ എന്നാണ് അതിൻ്റെ മലയാളം. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നാണ്. പക്ഷെ സം ബേസിക് കോൺസെപ്റ്റ്സ് എന്നാണ് പറയണമെങ്കിലും നിങ്ങൾ 10ാം ക്ലാസ്സിൽ മോൾ കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ആ സംഭവമൊക്കെ ചേർത്തിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. അത് ഒരു പാർട്ടിൽ വരുന്നുണ്ട്. പിന്നെ കുറച്ച് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനൊക്കെ, മൊളാരിറ്റി, അതൊരു പാർട്ടി കിടപ്പുണ്ട്. പിന്നെ കുറച്ച് ലോസ് ഉണ്ട്, ഈ കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കുഞ്ഞു പാഠമാണ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. കേൾക്കുമ്പോഴത്തേക്കും ബേസിക് അല്ലേന്ന് തോന്നും, പക്ഷേ ഇച്ചിരി നമുക്കതിനകത്ത് പണിയെടുക്കാനുണ്ട്. 2ാമത് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമുക്ക് ആക്ച്വലി ആറ്റത്തിനകത്തിരിക്കുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അതേപോലെ തന്നെ ഇലക്ട്രോൺ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയാണ്. മനസ്സിലായോ? അതിനെക്കുറിച്ച് പഠിക്കുന്നു. ആറ്റത്തിൻ്റെ മോഡലിനെ കുറിച്ച് പറയുന്നു, ആറ്റത്തിൻ്റെ എനർജിയെക്കുറിച്ച് പറയുന്നു, ബോറിൻ്റെ നിയമത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ് ആ ചാപ്റ്റർ മുന്നോട്ട് പോവുക. ആദ്യത്തെ 2 പാഠം, അതായത് നമുക്ക് ഈ മാസം പഠിച്ചു തീർക്കേണ്ട 2 ചാപ്റ്ററുകളാണ്. എന്തായാലും വളരെ ദ്രുതഗതിയിൽ തന്നെ നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. 3ാമത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഓഫ് ഇൻ പ്രോപ്പർട്ടീസ് എന്നാണ്. പീരിയോഡിക് ടേബിൾ ഉണ്ടായത് എങ്ങനെയാണ്, പീരിയോഡിക് ടേബിളിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇതാണ് 3ാമത്തെ ചാപ്റ്റർ. കമ്പാരിറ്റീവ്ലി ആസ് കമ്പയർഡ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈസി ചാപ്റ്ററാണ്. നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും എഫേർട്ട് ഇല്ലാതെ പഠിക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ്. 4ാമത്തത് കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ്ങും വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഈ ആദ്യത്തെ 4 ചാപ്റ്റർ ഗംഭീരമായിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ സാധാരണ പറയാറില്ലേ, ഏതൊരു സംരംഭവും ജയിക്കണമെങ്കിൽ തുടക്കം നന്നാവണമെന്ന് പറയില്ലേ? അല്ലെ? തുടക്കം നന്നായാലേ ഒടുക്കം നന്നാവും.
ഈ 4 ചാപ്റ്റർ നമ്മൾ ഒരു വിട്ടുവീഴ്ചയില്ലാതെ പഠിക്കണം. ഈ 4 ചാപ്റ്റർ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ മൊത്തത്തിൽ പോവും. അതുകൊണ്ട് ഈ 4 ചാപ്റ്റർ നമ്മൾ പഠിക്കണം. ഇതിൽ ഓരോ ചാപ്റ്റർ, ഇത് ആക്ച്വലി ഈ 4 ചാപ്റ്ററിന് അറ്റ്ലീസ്റ്റ് ഒരു 40 hours വേണം, 40 മണിക്കൂർ നമുക്ക് വേണം. എങ്കിലേ ഇത്രയും ചാപ്റ്റർ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ. സ്കൂളിലൊക്കെ അവർ ഓരോ ടീച്ചേഴ്സിന് ഇത്രയും അവേഴ്സ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ പോയാലും നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19ഓളം പിള്ളേർ ക്ലാസ്സിൽ അല്ലെങ്കിൽ 70 പിള്ളേർ ക്ലാസ്സിൽ കാണും. നമുക്കൊരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടൂല. അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ടൊക്കെ പോകും. ഇവിടെ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം തന്നെ നമുക്ക് എത്ര മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അതാണ് ഈ വീഡിയോ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ട്യൂഷന് പോയി ആ ട്യൂഷൻ നല്ല അറ്റൻഡ് ചെയ്ത് അതും നല്ലൊരു രീതിയാണ്. അപ്പം അടുത്ത ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് തെർമോഡൈനാമിക്സ്. അത് നല്ല പോലെ പണിയെടുത്താലേ ആ ചാപ്റ്റർ പാസ്സായി വരുള്ളൂ. ഇക്വിലിബ്രിയവും അതുപോലത്തെ ഒരു ചാപ്റ്ററാണ്. ഇക്വിലിബ്രിയം തെർമോഡൈനാമിക്സിൻ്റെ അത്രയും പ്രശ്നമൊന്നുമില്ല, ഇക്വിലിബ്രിയം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളത് എളുപ്പമുള്ള ചാപ്റ്ററാണ് റിഡോക്സ് റിയാക്ഷൻ. നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? ചെറിയ പാഠമാണ്, മിക്കവാറും ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്ററാണ് ആ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്നാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ആ ഒരു IUPAC നെയിം എഴുതാൻ ഐസോമെരിസം, പിന്നെ കുറച്ച് പ്യൂരിഫിക്കേഷൻ മെത്തേഡ്, പിന്നെ കുറച്ച് ഓർഗാനിക് റിയാക്ഷൻ്റെ മെക്കാനിസം, ഇത്രയാണ് ആ ചാപ്റ്ററിനകത്ത് വരുന്നത്. ഓർഗാനിക് ഇമ്പോർട്ടൻ്റ് ആണോ അൺഇമ്പോർട്ടൻ്റ് ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതേപോലെ പിന്നെ ഒരു ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺ, അതും ഓർഗാനിക്കിലെ റിയാക്ഷൻസ് ആണ്. പക്ഷെ ഞാൻ ആക്ച്വലി എപ്പോഴും ഓർഗാനിക് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ഓർഗാനിക് എൻ്റെ പൊതുവെ പിള്ളേർ പറയാറുണ്ട്, ഹാജ സാർ ഓർഗാനിക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിക്കും, വീട്ടിൽ പോയി വായിക്കേണ്ടെന്ന് പറയാറുണ്ട്. എനിക്ക് ഓർഗാനിക് പഠിക്കാനും എളുപ്പമായിരുന്നു, പഠിപ്പിക്കാനും എനിക്ക് എളുപ്പമാണ്. ഓർഗാനിക് അത്ര വലിയ വിഷയമൊന്നുമല്ല. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു 60 മാർക്ക്, പിന്നെ ടീച്ചറിനൊന്ന് സോപ്പിട്ട് വെച്ചാൽ 20 മാർക്ക് കിട്ടും. അപ്പോൾ 80 അടുത്ത വർഷം ഇതേപോലെ 80 മാർക്ക്, 60 മാർക്കിന് പരീക്ഷ, 20 മാർക്കിന് C മാർക്കുണ്ട്, ആ ടീച്ചർ തരും. പിന്നെ 40 മാർക്ക് ലാബ്. ആ ലാബ് നമുക്ക് എന്ത് ചെയ്യാം, ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണിച്ചു തരാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ 200 200 അടിക്കണ്ടേ നമുക്ക് അല്ലേ? 200 200 വാങ്ങിക്കാടാ. നിങ്ങൾ ഈ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്തോ, നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഇപ്പോൾ 9 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ 4 ചാപ്റ്റർ കയ്യിൽ നിന്ന് പോയാൽ സബ്ജക്റ്റ് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അടുത്ത പ്രാവശ്യം റീടെസ്റ്റ് ഒക്കെ നടത്തും അല്ലെ, അവർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഒക്കെ വയ്ക്കും. പക്ഷെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതൂല. എന്തുകൊണ്ടാണ്? നമ്മൾ 80 നടക്കുന്ന ഫസ്റ്റ് ഇയറിലെ പരീക്ഷ നമ്മൾ 80 മാർക്ക് സ്കോർ ചെയ്യും, ഉറപ്പല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മുതൽ ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം കേട്ടോ. സാറ് എടുക്കുന്ന ഓർഡറിൽ കൃത്യമായിട്ട് നോട്ട് എഴുതി നന്നായിട്ട് പഠിച്ചു വന്നോ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.